നമസ്കാരം. ഇന്നാണ് മലയാളത്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം പഴിചാരൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് പഴിചാരൽ പുറത്തുവരുന്നത്. പാകിസ്ഥാനിൽ 5 ചൈനീസ് പൗരന്മാരുടെ മരണത്തിനിടയാക്കിയ ചാവേർ ആക്രമണത്തെ തുടർന്ന് പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ചൈന എന്ന ചൈനീസ് കമ്പനി സിവിൽ ജോലികൾ നിർത്തിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ചൈന പാകിസ്ഥാനോട് കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. ചൈനീസ് പൗരന്മാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് കൊല്ലപ്പെട്ടതെന്നാണ് തുടക്കത്തിൽ പാകിസ്ഥാൻ പ്രതികരിച്ചത്. എന്നാൽ ചൈനയുടെ നീരസത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ആസൂത്രണം ചെയ്തതെന്നായിരുന്നു പിന്നീടുള്ള ആരോപണം. ഇത്തരം സംഭവങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് സത്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചത്. അതിർത്തി പ്രശ്നങ്ങളുടെ പേരിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അത്ര നല്ല രീതിയിലല്ല മുന്നോട്ടു പോകുന്നത്. പാകിസ്ഥാനുമായുള്ള 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയായ ഡ്യൂറൻ രേഖയാണ് അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങളുടെ കേന്ദ്രം. മാർച്ചിൽ അഫ്ഗാനിസ്ഥാനിലെ കോസ്റ്റ് പക്തിക പ്രവിശ്യകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. ഈ രേഖയ്ക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലെ താലിബാന്റെ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാനിലെ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ വിമുഖത കാണിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 2021 താലിബാൻ സർക്കാർ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി അധികാരമേറ്റപ്പോൾ താലിബാനെ അംഗീകരിച്ച 3 രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. ആക്രമണത്തിന് ശേഷം US സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തിയതോടെ താലിബാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച അവസാനത്തെ രാജ്യവും പാകിസ്ഥാനായിരുന്നു. താലിബാനിൽ ചേർന്ന നിരവധി അഫ്ഗാനികൾ പാകിസ്ഥാൻ മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ താലിബാനുള്ള എല്ലാ സഹായങ്ങളും പിൻവലിക്കുകയും താലിബാൻ നേതാക്കൾക്കുള്ള പ്രത്യേക പരിഗണന റദ്ദാക്കുകയും താലിബാനും രാജ്യാന്തര സമൂഹത്തിനും ഇടയിലുള്ള മധ്യസ്ഥം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ അധികാരം നഷ്ടപ്പെട്ടെങ്കിലും 20 വർഷത്തിന് ശേഷം താലിബാൻ വീണ്ടും അഫ്ഗാൻ ഭരണം തിരിച്ചുപിടിച്ചു. ലോകത്ത് ഞെട്ടിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക പിന്മാറ്റമാണ് താലിബാനെ എളുപ്പത്തിൽ അധികാരത്തിലെത്തിച്ചത്. 1996 മുതൽ 2001 പുറത്താക്കപ്പെടുന്നതുവരെ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലിരുന്ന സുന്നി മുസ്ലിം രാഷ്ട്രീയ സൈനിക തീവ്രവാദ പ്രസ്ഥാനമാണിത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പ്രവർത്തിക്കുന്ന താലിബാൻ പ്രധാനമായും ഡ്യൂറൻ രേഖ മേഖലയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. താലിബാന്റെ ആസ്ഥാനം പാകിസ്ഥാനിലെ ഖത്ത പ്രദേശത്താണെന്നാണ് അമേരിക്ക കരുതുന്നത്. താലിബാൻ അഫ്ഗാൻ പിടിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പലായനം നടന്നിരുന്നു. രേഖകളില്ലാത്ത 15 ലക്ഷത്തിലധികം അഫ്ഗാൻ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും പുറത്താക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തിയത്. സമീപ വർഷങ്ങളിൽ പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെ അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. രേഖകളില്ലാത്ത അഫ്ഗാൻ കുടിയേറ്റക്കാരെ നാടുകടത്താനും തുടങ്ങി. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ 60%, ചാവേർ ബോംബാക്രമണങ്ങളിൽ 500% വർധനവുണ്ടായെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. കിരാത നിയമങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായ തീവ്രവാദ സംഘടനയാണ് താലിബാൻ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ. അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും ജോലിയും ഒപ്പം തന്നെ പൊതുസ്ഥലങ്ങളിൽ പോകുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തത്. മുൻപ് ആഗോള വിപണിയിൽ ഏറ്റവും കൂടുതൽ ലഹരി എത്തിച്ച രാജ്യങ്ങളിലൊന്നും അഫ്ഗാനിസ്ഥാൻ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമായി ലിസ്റ്റ് ചെയ്യപ്പെട്ടതും ഇതേ അഫ്ഗാനിസ്ഥാനെയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുന്ന 2 രാഷ്ട്രങ്ങളാണ്. ഇവിടെയാണ് വാളെടുത്തവൻ വാളാൽ എന്ന പഴമൊഴി പ്രസക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.